ഹലോ എവ്രി വൺ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററായ എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്, ഡെഫിനിഷൻ, അതുപോലെ ഫങ്ഷൻസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷനായിട്ട് വരുന്നത്, അതുപോലെ ഡെഫിനിഷനായിട്ട് വരുന്നത്, ഫങ്ഷൻ ആൻഡ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് ഡീൽസ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് അല്ലേ. എന്താണ് അത് ഡീൽ ചെയ്യുന്നത്? ദ ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് അല്ലേ. എഡ്യൂക്കേഷണൽ പ്രാക്ടീസസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസും ടെക്നിക്സൊക്കെ അതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലേ. നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോളജിയുടെ പലതരത്തിലുള്ള ടെക്നിക്സും അതുപോലെ പ്രിൻസിപ്പിൾസൊക്കെ എന്ത് ചെയ്യാണ് നമ്മൾ എഡ്യൂക്കേഷനിലോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലേ. പിന്നീട് എന്താണ് ആൻഡ് ടു ദ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ദ സൊല്യൂഷൻ ഓഫ് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ്. എഡ്യൂക്കേഷൻ പ്രോബ്ലംസ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും അല്ലേ. നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതിന് ഒരുപാട് മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും. സോ അതിനെ ബാധിക്കുന്ന പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ എന്നുള്ള പോലെയാണ് എന്ത് നിലകൊള്ളുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി നിലകൊള്ളുന്നത്. ക്ലിയർ? അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജി എങ്ങനെയാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നുള്ള ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അല്ലേ. ഒരു ഗ്രാഫ് രൂപത്തിൽ ഒരു ചാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ടായതെന്ന് നോക്കാം. സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ആൻഡ് തിയറീസ് എഡ്യൂക്കേഷനിൽ അപ്ലൈ ചെയ്തു അല്ലേ. ഫസ്റ്റ് എന്താണ്? സൈക്കോളജിയാണ്. സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസും മെത്തേഡ്സും തിയറീസും എന്തിൽ അപ്ലൈ ചെയ്തു? എഡ്യൂക്കേഷനിൽ അപ്ലൈ ചെയ്തു അല്ലേ. സോ അങ്ങനെയാണ് എന്തുണ്ടായിട്ടുള്ളത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് എന്താണ് പറയാൻ പോകുന്നത്? ഡെഫിനിഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അല്ലേ. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ 2 സൈക്കോളജിസ്റ്റുമാർ നൽകിയിട്ടുള്ള 2 തരത്തിലുള്ള ഡെഫിനിഷൻസാണ് അടുത്തത് വരുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സ്കിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി അല്ലേ. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ ആ കാര്യം. ഓഫ് ദ ബ്രാഞ്ചസിൽ ഒരെണ്ണമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അല്ലേ. അപ്പോൾ എന്താണ് സ്കിന്നർ പറയുന്നത്? വൺ ഓഫ് ദ ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി വിച്ച് ഡീൽസ് വിത്ത് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് അല്ലേ. അതെന്താണ് ഡീൽ ചെയ്യുന്നത്? പഠനവും അല്ലേ, പഠിപ്പിക്കുന്നതും അതുപോലെ പഠിക്കുന്നതും. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ്. ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അല്ലേ. പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ടീച്ചിങ് ആൻഡ് ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പറയുന്നത് എന്നാണ് സ്കിന്നറുടെ ഡെഫിനിഷൻ. ഓക്കെ, അടുത്തത് ആരുടെ ഡെഫിനിഷനാണ്? ക്രോ അല്ലേ. ക്രോ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് എന്താണ് പറയുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡിസ്ക്രൈബ്സ് ആൻഡ് എക്സ്പ്ലെയിൻസ് ലേണിംഗ് എക്സ്പീരിയൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ബർത്ത് ടു ഓൾഡ് ഏജ് അല്ലേ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ ഓൾഡ് ഏജ് വരെ അല്ലേ, വയസ്സാവുന്ന ഒരു സമയം വരെയുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അല്ലേ. നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമുക്കുണ്ടാവുന്ന ലേണിംഗ് എക്സ്പീരിയൻസസ്. അതാണ് ക്രോയുടെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ ജനിച്ചത് മുതൽ മരണം വരെയുള്ള നമ്മുടെ ലേണിംഗ് അല്ലേ, പഠനാനുഭവങ്ങളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നാണ് ക്രോ പറയുന്നത്. അതുപോലെ തന്നെ ദ ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ്
കൺസിഡേർഡ് ആസ് E.L. തോൺഡൈക്ക് അല്ലേ. E.L. തോൺഡൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് ദ ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ. സോ എല്ലാവരും നന്നായിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് അല്ലേ. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫങ്ഷൻസ് എന്താണ്, ഓക്കെ, അവരുടെ ജോലികളിലെ ഡ്യൂട്ടീസൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവർ എഡ്യൂക്കേഷനിലോട്ട് അപ്ലൈ ചെയ്യുന്നത്, അവരുടെ ഓരോരോ ഫിലോസഫീസ് എന്ന് നോക്കാം. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ലേണിംഗ് പ്രോസസ്സ് അല്ലേ. ലേണിംഗ് പ്രോസസ്സിനെ മനസ്സിലാക്കുക അല്ലേ. അല്ലെങ്കിൽ പഠനം എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലേ. ഒരു കുട്ടി എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് അതിൽ പറയുന്നത്? എക്സ്പ്ലോർസ് ഹൗ പീപ്പിൾ അക്വയർ, എങ്ങനെയാണ് ആളുകൾ അക്വയർ ചെയ്യുന്നത്, നേടുന്നത് അല്ലേ. വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നേടുന്നത് എങ്ങനെയാണ്, പഠിക്കുന്നത്, അതിൻ്റെ പ്രോസസ്സ്, ദ പ്രോസസ്സ് അല്ലേ. പ്രോസസ്സ്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സ് ഏതൊക്കെ വഴികളിലൂടെ, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് അവർ ആ ലേണിംഗ് പ്രോസസ്സിലോട്ട് എത്തുന്നത്. അതുപോലെ ആൻഡ് റീറ്റെയിൻ നോളജ്, എങ്ങനെയാണ് അവർ ഈ പഠിച്ച അറിവുകളൊക്കെ റീറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ നിലനിർത്തുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തണം അല്ലേ. അതുപോലെ തന്നെ ഇറ്റ് ഫോക്കസസ് ഓൺ കോഗ്നിറ്റീവ് സ്കിൽസ്, ദ മെമ്മറി, പെർസെപ്ഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. എന്ത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്? കോഗ്നിറ്റീവായിട്ടുള്ള നമ്മുടെ കഴിവുകളെ അല്ലേ, അതായത് വൈജ്ഞാനികപരമായിട്ടുള്ള കഴിവുകളെ മനസ്സിലാക്കണം. കുട്ടികളെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടാക്കാൻ അല്ലേ. അപ്പോൾ എന്തിനാ അവർ ഫോക്കസ് ചെയ്യണം? കോഗ്നിറ്റീവ് സ്കിൽസ് ലൈക്ക് മെമ്മറി, പെർസെപ്ഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ് അല്ലേ. കുട്ടികളുടെ മെമ്മറി പവറിനെ കുറിച്ച് മനസ്സിലാക്കണം. ഓരോ ഏജിലുള്ള കുട്ടികളുടെ മെമ്മറി പവർ എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള എന്ത് വേണം, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷനാണ് അവർക്ക് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അതാദ്യം എന്ത് ചെയ്യണം, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് മനസ്സിലാക്കണം അല്ലേ. അവരുടെ അതിൽ ഫോക്കസ് ചെയ്യണം അല്ലേ. അത് അവരുടെ ഒരു വൺ ഓഫ് ദ ഫങ്ഷനാണ് അല്ലേ. പ്രോബ്ലം സോൾവിങ്ങിനുള്ള കപ്പാസിറ്റി, അതുപോലെ പെർസെപ്ഷൻ, അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ അല്ലേ. ഒരു പെർസെപ്ഷൻ, ഒരു ഐഡിയ അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അതിൻ്റെ ആ ഒരു പ്രോസസ്സൊക്കെ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം അല്ലേ. എന്നിട്ട് വേണം അതിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള മെത്തഡോളജി കൊണ്ടുവരാൻ അല്ലേ. പിന്നെന്താണ്? ഹെൽപ്സ് ടീച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഹൗ ആൻഡ് വൈ ഓഫ് ലേണിംഗ് അല്ലേ. എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എന്തിനാണ് പഠിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ടീച്ചേഴ്സിന് കുട്ടികൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു എന്താണ്, എന്തിനു വേണ്ടി കൊടുക്കണം, അതുകൊണ്ട് കുട്ടികൾക്ക് എന്താണ് കിട്ടുന്നത് അല്ലേ. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ടീച്ചറിനും അറിയണം. അതുപോലെ സൈക്കോളജിസ്റ്റ് മനസ്സിലാക്കണം അല്ലേ. അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഒരു ഡ്യൂട്ടിയാണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റിൻ്റെ ഡ്യൂട്ടിയാണ് അല്ലേ. അപ്പോൾ അതിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സിനെ മനസ്സിലാക്കുക എന്നാണ് മൊത്തത്തിൽ കുട്ടികളുടെ കോഗ്നിറ്റീവായിട്ടും അതുപോലെ അവർക്ക് പ്രോബ്ലം സോൾവിങ്ങിനും അതുപോലെ ടീച്ചേഴ്സിന് എന്തിനാണ് പഠിപ്പിക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കൊടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ആരുടെ ഡ്യൂട്ടീസാണ്, ആരാണ് അതൊക്കെ ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഡ്യൂട്ടിയാണ് അല്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡെവലപ്പിംഗ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് അല്ലേ. ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ആരാണ്? സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ട് അത് ടീച്ചേഴ്സിലൂടെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത് അല്ലേ. ടീച്ചേഴ്സിലൂടെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമിംഗ് സ്ട്രാറ്റജീസ് ആരാണ് തയ്യാറാക്കുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് അല്ലേ. എന്താണ് അതിൽ പറയുന്നത് നോക്കാം. സ്റ്റഡീസ് ഹൗ സ്റ്റുഡൻസ് ലേൺ ബെസ്റ്റ്, എന്തൊക്കെ നോക്കണം, കുട്ടികൾക്ക് എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ അല്ലേ. നമ്മൾ ഏതൊരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതൊരു തിയറി കൊടുക്കുമ്പോഴാണ്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലേ. അതിനനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് തയ്യാറാക്കേണ്ടത്. അതുപോലെ ഡിസൈൻസ് ഇഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് ക്രിയേറ്റീവ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് അല്ലേ.
എന്താണ് ഡിസൈൻ ചെയ്യേണ്ടത്? ഇഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം. ഇഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ കുട്ടികളിലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എത്തുന്ന രീതിയിൽ അല്ലേ, കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് എത്തുന്ന രീതിയിലുള്ള ഇഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടത് അല്ലേ. അതുപോലെ ക്രിയേറ്റീവ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ക്രിയേറ്റീവായിട്ട് പഠിക്കാനും ഈസി ആയിട്ട് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആണ് എന്ത് തയ്യാറാക്കേണ്ടത്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ കൊടുക്കേണ്ടത്. ദെൻ ഓൺലി അവർക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ? ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനും ലേൺ ചെയ്യാനൊക്കെ കഴിയുള്ളൂ അല്ലേ. അതുപോലെ എന്ത് ചെയ്യണം? ദേ സപ്പോർട്ട്സ് ഡിവേഴ്സ് ലേണേഴ്സ് ബൈ മീറ്റിംഗ് ദെയർ യുണീക്ക് ലേണിംഗ് നീഡ്സ് അല്ലേ. പല കുട്ടികളും സപ്പോസ് ഒരു ക്ലാസ്സിൽ അതല്ലെങ്കിൽ സമൂഹത്തിൽ പല തരത്തിലുള്ള ലേണേഴ്സ് ഉണ്ട് അല്ലേ. ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യുന്നവരുണ്ട് അല്ലേ, ഫാസ്റ്റ് ക്യാച്ച് ചെയ്യുന്നവരുണ്ട്. അതുപോലെ എന്താണ് സ്ലോ ലേണേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് മിഡിലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും യുണീക്ക്നെസ് അല്ലേ, അവരുടെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരും യുണീക്കാണ്. അപ്പോൾ ഓരോ കുട്ടികളുടെയും ഡിഫറൻസസ് മനസ്സിലാക്കിയിട്ട് അതിനുതകുന്ന രീതിയിലുള്ള ഒരു ലേണിംഗ് നീഡ്സ് എന്ത് നമ്മൾ ചെയ്യണം? അവർക്ക് കൊടുക്കണം. പല ആൾക്കാരുടെയും ലേണിംഗ് നീഡ്സ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ചില ആൾക്കാർക്ക് സിമ്പിളായിട്ട് കിട്ടിയാൽ, ടഫായിട്ട് കിട്ടിയാലും സിമ്പിളായിട്ട് കിട്ടിയാലും ഈസി ടു ക്യാച്ച് ആണ്. ചില ആൾക്കാർക്ക് എന്താണ് കുറച്ച് ടൈം എടുത്താലും ചെയ്യാൻ പറ്റും, ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. ചില ആൾക്കാർ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, പിന്നെ സ്ലോ ആയിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്റ്റുഡൻസിനും അല്ലേ, എല്ലാ വ്യക്തികൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്ത് വേണം? മെത്തഡോളജി വേണം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷണലായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫംഗ്ഷനാണത് അല്ലേ. അപ്പോൾ അവരിലൂടെ ടീച്ചേഴ്സിലേക്ക് എത്തുന്നു, ടീച്ചേഴ്സിലൂടെ കുട്ടികളിലേക്ക് എത്തുന്നു അല്ലേ. അങ്ങനെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പ്രവർത്തിക്കുന്നത്. Okay, then educational psychology acts as a bridge between how we learn and how we teach അല്ലേ. എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണോ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ ഒരു ബ്രിഡ്ജ് പോലെ, ഒരു പാലമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്ന അല്ലേ, രണ്ടും കൂടെ കണക്റ്റ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ടാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി നിലനിൽക്കുന്നത്. ക്ലിയർ? ഇതൊക്കെയാണ് പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ അണ്ടർസ്റ്റാൻഡിങ് ലേണിംഗ് പ്രോസസ് ആൻഡ് ഡെവലപ്പിംഗ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അല്ലേ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.